മന്ത്രി ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാതെ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങിയതോടെ പ്രദേശത്തെ കായിക സ്വപ്നങ്ങൾക്ക് അത് വില്ലനായി മാറിയിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ കേരളോത്സവം അടക്കമുള്ള മത്സരങ്ങൾ മറ്റ് പഞ്ചായത്തിൽ നടത്തേണ്ട സ്ഥിതിയാണ് അവിടെയുള്ളത്. ഇതോടെ കേരളോത്സവം തന്നെ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ് അവിടുത്തെ ഒരുപറ്റം യുവാക്കൾ. ഒരു ജനതയുടെ കായികാവേശം ഇരമ്പിയ ഗ്രൗണ്ട് പല തീപാറുന്ന പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഇടമാണ്. പക്ഷെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് പൊളിക്കുന്നു. പക്ഷെ നവീകരണം എങ്ങും എത്താതായതോടെ ഒരു യുവതയുടെ കായിക സ്വപ്നങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് പാണഞ്ചേരിയിൽ കാണുന്നത്. ഒരു കാലത്ത് വീറും വാശിയുമേറിയ പല മത്സരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഗ്രൗണ്ടാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റേത്. സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടാണെങ്കിലും പഞ്ചായത്ത് നിവാസികളുടെ പ്രധാന കളിയിടമായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് ഓൾ കേരള ടൂർണമെന്റ് ഒക്കെ നടന്നിരുന്ന സ്ഥലമാണ്. അതുപോലെ രാവിലെയും വൈകുന്നേരം രണ്ട് ഇതില് കളികൾ നടന്നായിരുന്നു. രാവിലെ ഒരു 6 മണി മുതൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർ കളിക്കും. വൈകിട്ട് ഒരു 5:30 മുതൽ കുട്ടികളായിട്ടുള്ള ആൾക്കാർ കളിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതും ഈ പഞ്ചായത്തിൽ വേറെ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരുവിധം എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്ന് പങ്കെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കളികൾ പോയിരുന്ന ഒരു സ്ഥലമാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവർത്തികൾക്ക് വേണ്ടി ഗ്രൗണ്ട് പൊളിച്ചു. ഗ്രൗണ്ടിന് നടുവിൽ വലിയ തോതിൽ മൺകൂനകൾ നിക്ഷേപിച്ചു. നിർമ്മാണ പ്രവർത്തികൾ എങ്ങും എത്താതായതോടെ കളിയിടം തന്നെ നഷ്ടമായി. കാടുമൂടിയ നിലയിലാണ് ഇന്ന് ഈ കളിസ്ഥലം. ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഫുട്ബോളിന്റെ അല്ലാതെ ഈ റിക്രൂട്ട്മെന്റിന്റെ ആർമി റിക്രൂട്ട്മെന്റിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ നിന്നിട്ട് തന്നെ ഇപ്പോൾ വർഷങ്ങളായി ഈ ഒരു ഇത് കാരണം കൊണ്ട്. ആ ക്യാമ്പിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ആർമിയിലേക്കൊക്കെ പോയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്നിട്ട് ഒരു 3 വർഷത്തിന് മേലെ. 3 കോടി ചിലവിലാണ് ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണം. പക്ഷെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പണം നൽകാത്തതാണ് നിർമ്മാണ പ്രവർത്തികൾ എങ്ങുമെത്താത്തതിന് കാരണം. ഇതോടെ പഞ്ചായത്തിന്റെ കേരളോത്സവം അടക്കമുള്ള മത്സരങ്ങൾ മറ്റു പഞ്ചായത്തുകളിൽ നടത്തേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം കേരളോത്സവ വേദിയിൽ മത്സരാർത്ഥികൾ പ്രതിഷേധമുയർത്തിയതോടെ ഈ വർഷത്തെ കേരളോത്സവം നവീകരിച്ച ഗ്രൗണ്ടിലാകുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ ഇക്കുറിയും നിർമ്മാണം പൂർത്തിയാകാതായതോടെ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരം തന്നെ ബഹിഷ്കരിച്ചു പാണഞ്ചേരിയിലെ യുവാക്കൾ. 3 പഞ്ചായത്ത് മേള, അത് കേരളോത്സവം എന്ന് പറഞ്ഞ പരിപാടി 3 വർഷമായിട്ട് ഇവിടെ നടത്തിയിട്ടില്ല. ഇപ്രാവശ്യം ഇവിടെ നടത്താമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം വാങ്ങാതിരുന്നിട്ട് പ്രതിഷേധിക്കാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് MLA അടക്കം മന്ത്രി രാജനടക്കമുള്ള ആൾക്കാർ തന്ന ഉറപ്പ് അടുത്ത വർഷം നിങ്ങൾക്ക് ഇങ്ങനെ നിരാശപ്പെടേണ്ടി വരില്ല, ഈ ഗ്രൗണ്ടിൽ തന്നെ നടത്താമെന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഈ കാട് പിടിച്ച് കിടക്കാന്നല്ലാണ്ട് ഒരാൾക്ക് കളിക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിലേക്കായിട്ട് ഇത്തവണ യൂണിവേഴ്സിറ്റി നടത്താമെന്ന് പറഞ്ഞു. അത് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച് വേണ്ടാന്ന് വെച്ചിട്ട് ബഹിഷ്കരിക്കാനുണ്ടായത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഗ്രൗണ്ടിന് മുകളിൽ ഇരുൾ വീഴുകയാണ്. അതുപോലെ തന്നെ ഒരു ജനതയുടെ കായിക സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇരുളടയുകയാണ് ഇവിടെ. അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ജനത ആവശ്യപ്പെടുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്നെയാണ് ആ നാട്ടുകാർക്കൊക്കെ ഉണ്ടായത്. കാരണം 3 കോടി രൂപ ചെലവിലാണ് ആ ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണം ഉള്ളത്. പക്ഷേ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും ഈ ഒച്ചു ഇഴയുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് അവരെല്ലാം വലിയ സങ്കടത്തിലാക്കിയിരിക്കുന്നത്. ഇനിയുമുണ്ട് ചില ആക്ഷേപങ്ങൾ പറയാൻ നാട്ടുകാർക്ക്, അത് കേൾക്കാം. ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കാനും പിന്നെ സ്കൂളിലെ കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും. അല്ല, ഗ്രൗണ്ട് നന്നാക്കി എത്രയും പെട്ടെന്ന് കിട്ടാന്നുള്ളതാണ് സ്കൂളിലും മറ്റുള്ളത്. 3 വർഷത്തോളമായി നമുക്കിവിടെ കളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി പുറത്തുനിന്ന് കളിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടെ സ്കൂളിലുള്ള പിള്ളേർക്കും സ്പോർട്സ് കാര്യങ്ങളൊന്നും നടക്കണില്ല. ഒക്കെ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലും വേറെ സ്കൂളിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നുള്ള ഒറ്റ ക്യാമ്പ് പോലും നടക്കണില്ല ഇവിടെ. ഇപ്പോൾ വെറുതെ ഒരു ബിഷൂനിയായിട്ട് ഇവിടെ കിടക്കുകയാണ്. പെട്ടെന്ന് നന്നാക്കി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആവശ്യമുണ്ട്. കാരണം ഇത് ഞാൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഈ ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കണതാ. ഇതിപ്പോൾ ഞാൻ +2 കഴിഞ്ഞു. അപ്പോൾ ഒരു 3 കൊല്ലത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഇതിങ്ങനെ കിടക്കണു. ഞങ്ങൾ ഇപ്പം എന്നും കാലത്ത് വന്ന് കളിച്ചിട്ടുണ്ടായിരുന്ന ഗ്രൗണ്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെയായിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് ശരിയാക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതേപോലെ ഇവിടെ പഞ്ചായത്ത് മേളയും വേറെ വേറെ സ്ഥലങ്ങളിൽ നടക്കണേ. അപ്പോൾ അത് നടക്കാത്തതിനും ഒരു കുഴപ്പമുണ്ട്. അതന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.